ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് 5-ാം തീയതിയാണ്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയ ശേഷം നല്ലൊരു ഡൗൺ ട്രെൻഡാണ് തന്നത്. കൃത്യം ഒരു 9:10 മണി വരെ. 10 മണിക്ക് ശേഷം മാർക്കറ്റ് റിവേഴ്സായി മേലോട്ട് കയറി പോയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഞാനൊരു റെഡ് ലൈൻ വരച്ചിട്ടിരിക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് ഒരു കൃത്യം ഒരു ബെയറിഷ്, നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. കൃത്യം 9:24 ആ ഒരു ടൈമായിട്ട് ഈ ക്യാൻഡിൽസ് നോക്കി ഇതിൽ വിൽക്കൊന്നുമില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു നല്ലൊരു ബെയറിഷ് ഹെൽത്തി ആയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ്. സോ അതിന് ശേഷം മാർക്കറ്റ് നന്നായിട്ട് താഴോട്ട് വരികയാണ് ചെയ്തത്. സോ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു ഗ്രീൻ ലൈൻ കണ്ടോ, ഈ ഗ്രീൻ ലൈനിൽ മാർക്കറ്റ് ടച്ച് ആവുമായിരുന്നെങ്കിൽ എനിക്കൊരു കോൾ ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റ് ആ ഗ്രീൻ ലൈൻ ടച്ച് ആയില്ല. മാർക്കറ്റ് ഇവിടെ ടച്ച് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് കയറി പോവുകയാണ് ചെയ്തത്. കാരണം എന്താണെങ്കിൽ ഞാൻ ഈ ഒരു ഗ്രീൻ ലൈൻ വന്നിട്ട് ഒരു ലിക്വിഡിറ്റി സോണായിട്ട് പരിഗണിച്ചിരുന്നു. ബട്ട് മാർക്കറ്റ് ഇവിടെ ടച്ച് ആയില്ല. ഇത് ഡ്രോ ചെയ്യാനുള്ള മെയിൻ റീസൺ വന്നിട്ട് പ്രീവിയസ് ഡേയിൽ ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു ഇത്. പ്രീവിയസ് ഡേയിൽ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം മേലോട്ട് പോയിട്ട് കൃത്യം ആ ഓപ്പണിംഗ് ഏരിയ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയി പോയത്. സോ അതുകൊണ്ട് ഇന്നലെ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതൊരു നല്ലൊരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു ഇന്ന്. ബട്ട് ഇന്ന് ആക്ട് ചെയ്തില്ല. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് കയറിപ്പോയി. അതിനുശേഷം അത്യാവശ്യം ഇവിടെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്ത് നിന്നിട്ട് മാർക്കറ്റ് നന്നായി അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറിപ്പോയി. സ്റ്റിൽ ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത്. ബട്ട് എനിക്ക് എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച്, എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് എനിക്ക് ഇന്നൊരു എൻട്രി പോലും നല്ലത് കിട്ടിയിട്ടില്ല.